ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള നമ്മളെ മെസ്സിയുടെ ജേഴ്സി 10-ാം നമ്പർ 10 എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു മെസ്സിയുടെ ജേഴ്സി അർജന്റീന ഫാൻസിന് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അയച്ചു കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഫിഫ വേൾഡ് കപ്പിൽ ഈ ഒരു ജേഴ്സിയൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ക്രോഷറ്റ് വർക്കറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്കിതാ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിന് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കീ ചെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് ചെയ്യാൻ നോക്കാം. ബേസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ബ്ലൂ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കതിൽ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 3 പ്ലേ ആണ് എടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ചെറിയ സൈസ് നമ്മൾ കീ ചെയിൻ ചെയ്യാമല്ലോ. അപ്പം 3 പ്ലേ ആണും 2.5 mm സെറ്റും യൂസ് ചെയ്യുക കേട്ടോ. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 16 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 നമ്മളിവിടെ 16 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത് ഇങ്ങനെ നേരെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നെക്കിൻ്റെ പോർഷനാണ്. ഇത് നമ്മൾ ഈ 16 ചെയിനിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ടൈലിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമുക്ക് ഇതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് മാർക്കർ വെക്കുന്നത്. ഇനി സെയിം തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. സെയിം സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയിനിൽ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16 ചെയിനിലും രണ്ടെണ്ണം വീതം ചെയ്തിട്ട് നമ്മൾ 32 സ്റ്റിച്ചസ് ആയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും സ്റ്റിച്ചസൊക്കെ കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുന്ന രീതിയും പാറ്റേണും ഒക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കംപ്ലീറ്റ് ആയി ഓരോ റൗണ്ടിലും ഈ ഓരോ സ്റ്റിച്ചിലും 2 സ്റ്റിച്ച് വീതം ചെയ്യുക. ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും നമ്മൾ 2 സ്റ്റെപ്പ് ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 വീതം ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 2 വീതം 16 സ്റ്റിച്ചിലും ചെയ്തിട്ട് നമുക്ക് 32 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 32 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. നമ്മൾ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. അതിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ, 4ാമത്തെ ചെയിനിൽ ഇൻക്രീസിങ് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, അത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ലൂപ്പ് കിട്ടും. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഫോർത്ത് വണ്ണിൽ നമ്മൾ
ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ്. ഒന്ന് ചെയ്തു. ഇനി ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ സെയിം സ്പേസിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത 3 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1, നെക്സ്റ്റ് 1ലും 1 ചെയ്യുക. അപ്പോൾ 2, തേർഡ് 1ലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. 3. ഇനി ഫോർത്ത് 1ൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യാം. കണ്ടോ, ഇവിടെ നമ്മൾ 2 എണ്ണം ചെയ്തു. 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, ഫോർത്ത് 1ൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഈ റൗണ്ടിൽ ഇൻക്രീസിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 40 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഈ ഒരു പാറ്റേൺ നമുക്ക് 8 പ്രാവശ്യം ചെയ്യാനുണ്ടാവും കേട്ടോ. 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്യുക. ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ്, 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് 40 സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ഒരു സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഇനി നമ്മൾ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വൈറ്റ് ഇതാ നമ്മൾ ഈ ഒരു 2 ലൂപ്പ് ഉണ്ട്. നമ്മൾ കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക, എന്നിട്ട് ഈ ഒരു യാണോ ഫിംഗറിനെ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക, യാണോ ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലൂ കളർ യാണല്ല, ഈ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. യാണോ ചെയ്തിട്ട് ഈ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലൂ കളർ യാണ് നല്ലോണം ടൈറ്റ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 3 സിംഗിൾ ക്രോഷേ വൈറ്റിൽ ചെയ്യാണ്. അപ്പോൾ 1, സെക്കൻഡ് 1ലും ഒരു വൈറ്റ് കൊണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക. 2, തേർഡ് 1ലും വൈറ്റ് വെച്ചിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളറിയാണ് ഇവിടെ താഴത്തേക്ക് ഇട്ടിട്ട് ബ്ലൂ കളറിയാണ് എടുക്കുക. എന്നിട്ട് അടുത്ത 2 സ്റ്റിച്ചിലും നമ്മൾ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു യാണ് വൈറ്റ്, ഒരു യാണ് ബ്ലൂ ആണ് ഇട്ടുണ്ടാവുക. 1, 2. ഇനി നമ്മൾ ഈ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുന്നത്. 3 സ്റ്റിച്ചിലും വൈറ്റ് കളറാണ്. അപ്പോൾ ഈ ബ്ലൂ അവിടെ താഴേക്ക് വെച്ചിട്ട് ഈ വൈറ്റ് കളറിയാണ് എടുക്കുക. എന്നിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഒരു ബ്ലൂ ഒരു വൈറ്റും ഉണ്ടാവും. 1, അടുത്ത 3 സ്റ്റിച്ചിലും വൈറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. 2, 3. അപ്പോൾ നമ്മൾ അടുത്ത 3 സ്റ്റിച്ചിലും വൈറ്റിനെ കൊണ്ട് ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ബ്ലൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഇവിടെ വെച്ചിട്ട് ബ്ലൂ കളറിയാണ് എടുക്കുക. അടുത്ത 2 സ്റ്റിച്ചിലും നമുക്ക് 1, 2 ബ്ലൂ കളറിയാണ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത വൈറ്റ് കളറിയാണ്. വൈറ്റ് കളറിന് 8 സ്റ്റിച്ചിലും വൈറ്റ് കളറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളറിയാണ് എടുക്കുക. അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 8 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നമ്മൾ 8 സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി 2 സ്റ്റിച്ചിൽ നമ്മൾ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൂ കളറിയാണ് എടുക്കുക. എന്നിട്ട് 1, 2 2 സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ വൈറ്റ് കളറിയാണ് 3 സ്റ്റിച്ചിലും വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുന്നത്. 1, 2,
3. അടുത്ത 3 സ്റ്റിച്ചിലും വൈറ്റ് കളറിയാണ് ആഡ് ചെയ്തു. അടുത്ത 2 സ്റ്റിച്ചിലും നമ്മൾ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുന്നത്. 1 2. 2 സ്റ്റിച്ചിലും ബ്ലൂ കളറിയാണ് ആഡ് ചെയ്തു. ഇനി നമ്മൾ 2 സ്റ്റിച്ചിൽ ബ്ലൂ ചെയ്തു. 3 സ്റ്റിച്ചിൽ നമ്മൾ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറാണ് ആഡ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ 8 സ്റ്റിച്ചിലും വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4 5 6 7 8. 8 സ്റ്റിച്ചിലും നമ്മൾ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്തു. ഇനി അടുത്ത 2 സ്റ്റിച്ചാണ് ബാലൻസ് ഉള്ളത്. ആ 2 സ്റ്റിച്ചിലും നമ്മൾ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 2. 2 സ്റ്റിച്ചിലും ബ്ലൂ കളറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹാൻഡ് ഔട്ട് ചെയ്യുക, ഹുക്കിന്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈറ്റ് കളർ ആണോണ്ടാണ് 2 ലൂപ്പ് കിട്ടിയതിന് ശേഷം ഈ വൈറ്റ് കളർ ആണോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിവിടെ സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ സെയിം പാറ്റേൺ തന്നെ 4 5 റൗണ്ടിൽ ഈ മൂന്നാമത്തെ റൗണ്ടത്തെ സെയിം പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. 3 സ്റ്റിച്ചിലും നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. അടുത്ത 2 സ്റ്റിച്ചിൽ നമുക്ക് ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. അടുത്ത 3 സ്റ്റിച്ചിൽ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുക. 1 2 3. അടുത്ത 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. അടുത്ത 8 സ്റ്റിച്ചിൽ നമുക്ക് വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുക. 1 2 3 4 5 6 7 8. 8 സ്റ്റിച്ചിൽ നമ്മൾ വൈറ്റ് കളർ ആണ് ആഡ് ചെയ്തു. ഇതിങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് കട്ട് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ട് ഈ 2 ആണ് തമ്മിൽ ഇങ്ങനെ കെട്ടി ഇതാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിങ്ങനെ നമുക്കത് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ബ്ലൂ കളറിയാണ് 2 എണ്ണത്തിൽ ചെയ്ത് കൊടുക്കുക. 8 എണ്ണം ചെയ്തതിന് ശേഷം 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. അടുത്ത 3 സ്റ്റിച്ചിൽ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുക.
3. അടുത്ത 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. അടുത്ത 3 സ്റ്റിച്ചിൽ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുക. 1 2 3. അടുത്ത 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. അടുത്ത 8 സ്റ്റിച്ചിൽ വൈറ്റ് കളറിയാണ് ആഡ് ചെയ്യുക. 1 2 3 4 5 6 7 8. അടുത്ത 2 സ്റ്റിച്ചിൽ ബ്ലൂ കളറിയാണ് ആഡ് ചെയ്യുക. 1 2. ഇതേപോലെ തന്നെ നെക്സ്റ്റ് റൗണ്ടിലും നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ 2 ബ്ലൂ ചെയ്യുക, ഇവിടെ 3 വൈറ്റ് ചെയ്യുക, 2 ബ്ലൂ ചെയ്യുക, 3 വൈറ്റ് ചെയ്യുക, 2 ബ്ലൂ, 8 വൈറ്റ്, 2 ബ്ലൂ, 3 വൈറ്റ്, 2 ബ്ലൂ ആണ് എല്ലായിടത്തും, 3 വൈറ്റും ആണ്. പിന്നെ 2 സൈഡിലും മാത്രം നമ്മൾ ആ സ്ലീവിന്റെ ഭാഗത്താണ്, അവിടെ നമ്മൾ 8 വൈറ്റ് വീതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റൗണ്ടും കൂടി ഇതേപോലെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഒരു റൗണ്ടും കൂടിയും 3 2 3 2 8 3 2 2 3 2 3 2 8 2 എന്നുള്ള പാറ്റേൺ നമ്മളിങ്ങനെ ചെയ്തു കേട്ടോ. ഇനി നമ്മൾ അടുത്ത റൗണ്ട്, നമ്മൾ 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. പിന്നെ നമ്മൾ വൈറ്റ് കളർ ആണ് ആഡ് ചെയ്യുന്നത്. ഈ 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1. ഇതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3. 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്തതിൽ 2 ബ്ലൂ ചെയ്യുക. വൈറ്റിൽ അല്ല, 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ബ്ലൂവിൽ 2 സിംഗിൾ ചെയ്യുക. അടുത്തത് നമ്മൾ 3 വൈറ്റിൽ 3 സിംഗിൾ ക്രോഷേ വൈറ്റിൽ ചെയ്യുക. 1 2 3. ഇനി 2 ബ്ലൂ, 2 ബ്ലൂ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2. ഇനി നമ്മൾ ഇവിടുന്ന് 8 ചെയിൻ സ്കിപ്പ് ചെയ്യാണ്. ഇവിടുന്ന് ഈ 8 ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വൈറ്റ് ചെയ്ത 8 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഈ 2 ബ്ലൂ ഇവിടെ ഇല്ലേ, ഇവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ബ്ലൂ ചെയ്ത ആ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് 2 ബ്ലൂ ചെയ്ത് കൊടുക്കുക. 1 2. 2 ബ്ലൂ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മളെ സ്ലീവിന്റെ ഭാഗമാണ് കേട്ടോ. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ബ്ലൂ വൈറ്റ് കളർ ആണ്. ഈ വൈറ്റിന്റെ നേരെ വൈറ്റ്, ബ്ലൂവിന്റെ നേരെ ബ്ലൂ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വൈറ്റ് എപ്പോഴും നമ്മൾ 3 എണ്ണം ചെയ്യുന്നുണ്ട്, ബ്ലൂ 2 എണ്ണമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്ത നമ്മൾ 3 വൈറ്റ് ആണ് ചെയ്യുന്നത്. അടുത്തതിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വൈറ്റിൽ ചെയ്യുക. 1 2 3. 3 എണ്ണം ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ബ്ലൂവിൽ 2 എണ്ണം ചെയ്യുക. അപ്പോൾ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. ബ്ലൂവിന്റെ നേരെ നമ്മൾ ബ്ലൂ ചെയ്യുക. ഫസ്റ്റ് റൗണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ബ്ലൂവിന്റെ നേരെ ബ്ലൂ ചെയ്യുക. ബ്ലൂ എപ്പോഴും 2 എണ്ണമാണ് ചെയ്യുന്നത്. പിന്നെ വൈറ്റിന്റെ നേരെ വൈറ്റ് ചെയ്യുക. വൈറ്റ് എപ്പോഴും നമ്മൾ 3 എണ്ണമാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. എപ്പോഴും എഴുതി വെക്കണം കേട്ടോ. എഴുതി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക്
പെട്ടെന്ന് അത് ആ എഴുതിയതും വീഡിയോ ഓൺ ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് 2 വൈറ്റ് ബ്ലൂ ആണുള്ളത്. അപ്പോൾ അടുത്തതിലേക്ക് 2 ബ്ലൂ ചെയ്യാം. 1 2 ബ്ലൂ ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് അവിടെ 8 സ്റ്റിച്ച് ഒന്നിച്ച് ചെയ്തിട്ടില്ലേ വൈറ്റ്, അത് ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ബ്ലൂയിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. മുകളിൽ കൂടി തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ബ്ലൂ ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 വലിച്ചു വെച്ച് നോക്കാം നമുക്ക്. ഇതാ നമ്മളെ ജേഴ്സിയിൽ നമുക്ക് 2 സ്ലീവ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കറും ബ്ലൂ തന്നെ ആയതുകൊണ്ട് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലീപ്പ് സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനോ ചെയ്യുക 2 ലൂപ്പ് ഇട്ടു. പിന്നെ നമ്മൾ ഈ ഒരു വൈറ്റ് കളർ ആണ് ആഡ് ചെയ്യുന്നത്. വൈറ്റ് കളർ ആണ് ആഡ് ചെയ്ത് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇതാ ഇവിടുന്ന് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വൈറ്റിൽ ചെയ്യുന്നത്. 1 ചെയ്യുക. അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 1 2 3 3 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുക. ബ്ലൂ വൈറ്റിൽ ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ബ്ലൂവിൽ ചെയ്യുക. ഇനി അടുത്ത 3 എണ്ണത്തിൽ വൈറ്റ് ചെയ്യുക. 1 2 3. ഇനി അടുത്ത 2 എണ്ണത്തിൽ ബ്ലൂ ചെയ്യുക. 1 2. ഇനി ഇവിടെ അടുത്ത 3 എണ്ണത്തിൽ വൈറ്റ് ചെയ്യുക. 1 2 3. ഇങ്ങനെ നമ്മൾ കുറച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. താഴത്തേക്ക് ബ്ലൂവിൻ്റെ നേരെ ബ്ലൂ ചെയ്യുക, വൈറ്റിന് നേരെ വൈറ്റ് ചെയ്യുക. വൈറ്റ് 3ഉം ബ്ലൂ 2ഉം വീതമാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ എത്തുമ്പോൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു ഇപ്പോൾ നമ്മൾ റൗണ്ട് 8 എത്തിയത്. 9 10 11 12 13 14 അങ്ങനെ 7 റൗണ്ട് കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 8 റൗണ്ടും കൂടി താഴെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. വൈറ്റിൻ്റെ നേരെ വൈറ്റ്, ബ്ലൂവിൻ്റെ നേരെ ബ്ലൂ, വൈറ്റിൻ്റെ നേരെ വൈറ്റ്, 3 വൈറ്റ് 2 ബ്ലൂ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇവിടെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് കളർ ആണ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് കളർ ആണ് കട്ട് ചെയ്യുക. അതിനുശേഷം ഇനി അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പിന്നെ ബ്ലൂ കളർ ആണ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കട്ട് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ബ്ലൂ കളർ ആണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 2 3 എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ബ്ലൂ കളർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്ത് കൊടുക്കാം.
നമ്മൾ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കണേ. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് ചുറ്റിലും നമ്മളിതാ ഇങ്ങനെ ഈ ഒരു ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് സ്ലീവ് സ്റ്റിച്ച് ആണ്. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. നമ്മളൊരു ബോർഡർ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സ്ലീവ് സ്റ്റിച്ച് ആണ് ചുറ്റിലും. ഇപ്പോൾ നേരത്തെ നമ്മൾ ബ്ലൂ കളർ ആണ് വെച്ചിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. നമ്മൾ ചുറ്റിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. യാണ് വലിച്ച് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതാദ്യം ഒരു ഫ്രണ്ട് സൈഡിലേക്കും ശേഷം ബാക്ക് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ യാണ് നമുക്ക് ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു നോട്ട് ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്നതാണ് അധികം ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അധികം അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ജേഴ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു 10 എന്ന് എഴുതി കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ബ്ലാക്ക് കളറിയാണ് എടുക്കാം. ഈ സൂചിയിൽ നമ്മൾ ബ്ലാക്ക് കളറിയാണ് എടുക്കുക. ഇവിടുന്ന് 1 2 3 തേർഡ് മൂന്നാമത്തെ റൗണ്ടിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഹുക്ക് ഈ ഒരു സൂചി വെച്ചിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ 10ാം നമ്പർ ജേഴ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ ഒരു കിച്ചണിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നെയ്മറിൻ്റെ ഒരു അടിപൊളി കിച്ചൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ അർജന്റീന ഫാൻസിനൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് അയച്ചു കൊടുത്തോളൂ.